ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയും കർത്താവിൻ്റെ വചനവും എന്ന ഈ പങ്ക്തിയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയമുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധുരനാമത്തിൽ ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും വന്ദനം ചൊല്ലുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. നിന്റെ വചനം ഞങ്ങൾക്ക് പ്രകാശമാകുവാൻ അങ്ങ് കൃപ ചെയ്തതിനാൽ സ്തോത്രം. അങ്ങയുടെ വചനമനുസരിച്ച് നടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് ദാനമായി തരണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ജീവിതം പോലെ ആയിത്തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മഹത്വത്തിനായി ഈ പ്രാർത്ഥന അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ. ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്ന വാക്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമാണ്. വാക്യം പ്രകാരമാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ ദൈവം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം എലോഹീം എന്നാണ്. എലോഹീം എന്നത് ഒരു ബഹുവചന പദമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഉപയോഗിച്ചിരിക്കുന്ന സൃഷ്ടിച്ചു എന്നുള്ള പദത്തിന് എബ്രായ ഭാഷയിൽ ബാര എന്നുള്ളതാണ്. അത് ഒരു ഏകവചന ക്രിയയാണ്. ഇത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഏകത്വവും ബഹുത്വമുള്ളതായി വെളിപ്പെടുത്തുന്നു. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം 3 വ്യക്തിത്വങ്ങളായി നിലകൊള്ളുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. 1 ദൈവപിതാവ്, 2 പുത്രനായ യേശുക്രിസ്തു, 3 പരിശുദ്ധാത്മാവ്. ഇവർ മൂവരും തുല്യരും ശാശ്വതന്മാരുമാണ്. അതെ, ചിലർ ചോദിച്ചേക്കാം, നാം 3 ദൈവങ്ങളെയാണോ വിശ്വസിക്കുന്നതെന്ന്. അതിൻ്റെ ഉത്തരം അല്ല എന്നുള്ളതാണ്. കാരണം നാം വിശ്വസിക്കുന്ന ദൈവം അധികാരത്തിൽ ഏകനും പരിപൂർണ ഏകത്വത്തിലും നിലകൊള്ളുന്ന ദൈവമാണ്. നാം ആരാധിക്കുന്നത് ആ ഏകസത്യ ദൈവത്തെയാണ്. ദൈവത്തിൻ്റെ തൃത്വത്തെക്കുറിച്ചുള്ള ഒരു സമ്പൂർണവും അർത്ഥവത്തുമായ ഉദാഹരണം നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയില്ല. കാരണം അത് ഒരു അതുല്യവും അനന്യമായ യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഒരു ഉദാഹരണമായി ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം അതിൻ്റെ 24 ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും: ആകയാൽ മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. എങ്ങനെയെന്നാൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ ഇരുവരായിരുന്നിട്ടും ഒരാളായി മാറുന്നത് പോലെ ദൈവവും 3 വ്യക്തിത്വങ്ങളായിട്ടും ഒന്നായി ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് തൃത്വത്തിൻ്റെ അതിമഹത്തായ അത്ഭുതം. അപ്രകാരം തന്നെ സഭയിലും നാം പല വ്യക്തിജീവിതങ്ങളായിരുന്നിട്ടും നാം ഒന്നാണ്. ഇത് ദൈവത്തിൻ്റെ പരിപൂർണ പദ്ധതിയാണ്. നാം എല്ലാവരും ഒന്നായി തീരുകയും ഒരു പരിപൂർണ ദേഹമായി മാറുകയും ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാന പ്രാർത്ഥന. നമ്മെ എല്ലാവരെയും ദൈവത്തിൽ അഥവാ ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയിരിക്കൊണ്ട് ഏകതയിൽ പരിപൂർണനായിരിക്കുന്നത് പോലെ അങ്ങ് പിൻപറ്റുന്ന എല്ലാ ദൈവമക്കളും ക്രിസ്തുവിൽ ഒന്നായി തീരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. ക്രിസ്തുവിൽ ഒരേ ദേഹമായി തീർന്ന് കർത്താവിൻ്റെ രാജ്യത്തിൽ ഒരുമിച്ച് വെളിപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ദൈവം ഈ വചനത്തിലൂടെ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഒരു ശുഭദിനം നേരുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.